ഓം ശാന്തി. 30/5/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, തൻ്റെ എല്ലാം ഈശ്വരീയ സേവനത്തിൽ സഫലമാക്കി ഭാവിയുണ്ടാക്കൂ. എന്തുകൊണ്ടെന്നാൽ മരണം തലയ്ക്ക് മേലാണ്. ചോദ്യം: ജ്ഞാനം കേട്ടിട്ടും കുട്ടികളിൽ എന്തുകൊണ്ടതിൻ്റെ ധാരണ ഉണ്ടാകുന്നില്ല? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ വിചാരസാഗര മന്ഥനം ചെയ്യാൻ അറിയില്ല. ബുദ്ധിയോഗം ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ ബന്ധങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ്. ആദ്യം ബുദ്ധി കൊണ്ട് എപ്പോൾ മോഹം ഇല്ലാതാക്കുന്നുവോ അപ്പോൾ അല്പം ധാരണയും ഉണ്ടാകുന്നു. മോഹം ഇങ്ങനെയുള്ള വസ്തുവാണ്, അത് ഒറ്റയടിക്ക് കുരങ്ങനാക്കി മാറ്റുന്നു. അതിനാൽ ബാബ കുട്ടികൾക്ക് ആദ്യമാദ്യം പ്രതിജ്ഞ ഓർമ്മ ഉണർത്തിത്തരികയാണ്. ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ ബന്ധത്തെയും മറക്കൂ, എന്നെ ഓർമ്മിക്കൂ. ഗീതം: ഭോലാനാഥനെ പോലെ വിചിത്രമായി ആരുമേയില്ല. ഓം ശാന്തി. ബാബ ഇരുന്ന് മനസ്സിലാക്കി തരുന്നു. ഇപ്പോൾ കുട്ടികൾക്കിതാണെങ്കിൽ നല്ല രീതിയിൽ അറിയാം. പരിധിയില്ലാത്ത ബാബയെ തന്നെയാണ് പറയുന്നത്, പതിതരെ പാവനമാക്കി മാറ്റുന്നവൻ എന്ന്. ഗീതയുടെ ഭഗവാൻ കൃഷ്ണനല്ല, ശിവനാണ്. ശിവബാബ രചയിതാവും കൃഷ്ണൻ രചനയുമാണ്. സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകുന്ന ആൾ സ്വർഗത്തിൻ്റെ രചയിതാവ് തന്നെയാണ്. ഇതാണ് ഭാരതത്തിൻ്റെ മുഖ്യമായ ഏറ്റവും വലിയ തെറ്റ്. സമ്പത്ത് ബാബയിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. ഭാരതത്തിന് തന്നെയാണ് ലഭിച്ചിരുന്നത്. ഭാരതത്തിൽ തന്നെയാണ് ശ്രീകൃഷ്ണൻ രാജകുമാരൻ, രാധ രാജകുമാരി എന്ന് പാടിയിട്ടുള്ളത്. മഹിമ ഉയർന്നതിലും ഉയർന്ന ഒരു ബാബയുടെയാണ്. ശ്രീകൃഷ്ണൻ ഉയർന്നതിലും ഉയർന്ന രചനയാണ്, വിശ്വത്തിൻ്റെ അധികാരി. അവരെ സൂര്യവംശി ദൈവിക രാജ പരമ്പരയെന്ന് പറയപ്പെടുന്നു. ഗീത ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ ശാസ്ത്രമാണ്. സത്യുഗത്തിലാണെങ്കിൽ ആർക്കും ജ്ഞാനം കേൾപ്പിക്കുന്നില്ല. സംഗമത്തിൽ തന്നെയാണ് ബാബ കേൾപ്പിക്കുന്നത്. ചിത്രങ്ങളിലൂടെയും ആദ്യം ഇത് വ്യക്തമാക്കി കൊടുക്കണം. 2 പേരുടെയും ചിത്രം നൽകുന്നുണ്ട്. ഗീതയുടെ ഭഗവാൻ പുനർജന്മരഹിതനായ രചയിതാവാണ്, രചനയായ ശ്രീകൃഷ്ണനല്ല. നിങ്ങൾക്കറിയാം, ശിവബാബ തന്നെയാണ് വജ്രതുല്യമാക്കി മാറ്റുന്നത്. മഹിമ പാടാറുമുണ്ട്: വജ്രതുല്യം, കക്കയ്ക്ക് തുല്യം. കുട്ടികളുടെ ബുദ്ധിയിൽ ഇതുണ്ടാവണം. ബാബയുടെ ആജ്ഞയാണ്, നിങ്ങൾ എന്നെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. അതാണ് പരിധിയില്ലാത്ത ബാബ. കൃഷ്ണനാണെങ്കിൽ പരിധിയുള്ള അധികാരിയാണ്, കേവലം വിശ്വത്തിൻ്റെ രാജാവാകുന്നു. ശിവബാബയാണെങ്കിൽ രാജാവ് ആകുന്നില്ലല്ലോ. വാസ്തവത്തിൽ ഗീതയ്ക്ക് വളരെ മഹിമയുണ്ട്. ഒപ്പം ഭാരതത്തിൻ്റെയും മഹിമയുണ്ട്. ഭാരതം എല്ലാ ധർമ്മത്തിലുള്ളവരുടെയും വലിയ തീർത്ഥസ്ഥാനമാണ്. കേവലം കൃഷ്ണന്റെ പേര് വെച്ചത് കാരണം എല്ലാ മഹത്വവും ഇല്ലാതായി. ഈ കാരണം കൊണ്ട് തന്നെയാണ് ഭാരതം കക്കയ്ക്ക് സമാനമായി മാറിയത്. ഡ്രാമയനുസരിച്ചാണ്, എങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാബ മനസ്സിലാക്കി തരുന്നു വളരെ നല്ല രീതിയിൽ. ദിനം പ്രതിദിനം ഗുഹ്യമായ കാര്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ പിന്നീട് പഴയ ചിത്രങ്ങളെ മാറ്റി വേറെ ഉണ്ടാക്കേണ്ടി വരുന്നു. ഇതാണെങ്കിൽ അവസാനം വരെ സംഭവിച്ചുകൊണ്ടിരിക്കും. കുട്ടികളുടെ ബുദ്ധിയിൽ നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. ശിവബാബ നമുക്ക് സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും. കൃഷ്ണനെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മം വിനാശമാവുകയില്ല. കൃഷ്ണൻ സർവശക്തിമാനല്ല, സർവശക്തിമാൻ ബാബയാണ്.
സമ്പത്തും ബാബയാണ് നൽകുന്നത്. മനുഷ്യൻ കൃഷ്ണനെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷ്ണൻ പറഞ്ഞുവെന്ന് കരുതിക്കോളൂ. അവരും പറയുന്നു, ദേഹത്തിന്റെ ബന്ധം വിട്ട് എന്നെ മാത്രം ഓർമ്മിക്കൂ. ആത്മാവാണെങ്കിൽ അച്ഛനെയല്ലേ ഓർമ്മിക്കുന്നത്? കൃഷ്ണനാണെങ്കിൽ എല്ലാ ആത്മാക്കളുടെയും അച്ഛനല്ല. ഇതെല്ലാം വിചാരസാഗര മന്ഥനം ചെയ്ത് ബുദ്ധിയിൽ ധാരണ ചെയ്യണം. ചിലർ മോഹത്തിൽ കുടുങ്ങിയത് കാരണം പിന്നീട് ധാരണ ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾ പാടി വന്നു, മറ്റ് സംഘങ്ങൾ വിട്ട് അങ്ങയുടെ സംഘത്തിൽ ചേരും എന്ന്. എൻ്റേത് ഒന്നുമാത്രം, രണ്ടാമതൊരാളില്ല. പക്ഷെ മോഹം പിന്നെ അങ്ങനെയുള്ള കാര്യമാണ്. അത് ഒറ്റയടിക്ക് കുരങ്ങനെ പോലെയാക്കി മാറ്റുന്നു. കുരങ്ങനിൽ മോഹവും ലോഭവും ഒരുപാടുണ്ട്. സമ്പന്നർക്ക് പോലും മനസ്സിലാക്കി കൊടുക്കണം, ഇപ്പോൾ മരണം മുന്നിൽ നിൽക്കുകയാണ്. ഇതെല്ലാം ഈശ്വരീയ സേവനത്തിൽ ഉപയോഗിക്കൂ, ഭാവിയുണ്ടാക്കൂ. പക്ഷെ കുരങ്ങനെ പോലെ തൂങ്ങിക്കിടക്കുകയാണ്, വിടുന്നില്ല. ബാബ പറയുന്നു, ഏതെല്ലാം ദേഹസഹിതം ദേഹത്തിന്റെ സംബന്ധമുണ്ടോ അതിൽ നിന്നെല്ലാം ബുദ്ധിയോഗം മാറ്റൂ. ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കൂ. നിങ്ങൾ പറയുന്നു, ഈ ധനം, കുട്ടികൾ മുതലായ എല്ലാം ഈശ്വരൻ നൽകിയതാണ്. ഇപ്പോൾ ഈശ്വരൻ സ്വയം വന്നിരിക്കുന്നു, പറയുകയാണ്, നിങ്ങളുടെ ഈ ധനം സമ്പത്തെല്ലാം നശിക്കാൻ പോവുകയാണ്. ചിലരുടേത് മണ്ണിലേക്ക്, ഭൂമികുലുക്കം മുതലായവ ഉണ്ടാകും. ഇതെല്ലാം അവസാനിക്കും. വിമാനം വീഴുകയോ തീ പിടിക്കുകയോ ചെയ്യുമ്പോൾ പോലീസ് വരുന്നതുവരെ ആദ്യം കള്ളൻ ഉള്ളിൽ കടക്കുന്നു. അതിനാൽ ബാബ മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ, ദേഹധാരികളിൽ നിന്ന് മോഹം മാറ്റണം, മോഹാജീതായി മാറണം. ദേഹാഭിമാനമാണ് ഏറ്റവും ആദ്യത്തെ ശത്രു. ദേവതകൾ ദേഹി അഭിമാനികളാണ്. ദേഹാഭിമാനം വരുന്നതിലൂടെ തന്നെയാണ് വികാരത്തിൽ കുടുങ്ങുന്നത്. നിങ്ങൾ പകുതി കൽപ്പം ദേഹാഭിമാനത്തിലായിരുന്നു. ഇപ്പോൾ ദേഹി അഭിമാനി ആകുന്നതിനുള്ള പ്രാക്ടീസ് ചെയ്യണം. ആരും തന്നെ തികച്ചും ഈ കാര്യങ്ങളൊന്നും അറിയുകയില്ല. പരമാത്മാവിനെയും അറിയില്ല. ആത്മാവെന്താണ്, പരമാത്മാവെന്താണ്, ആത്മാവ് എത്ര ജന്മങ്ങൾ എടുക്കുന്നുണ്ട്, എങ്ങനെ പാർട്ട് അഭിനയിക്കുന്നു, നമ്മൾ അഭിനേതാക്കളാണ്, ഇത് ആർക്കും അറിയുകയില്ല. അതിനാൽ അനാഥൻ എന്ന് പറയുന്നു. അവരാണെങ്കിൽ പറയുകയാണ്, ആത്മാവ് ജ്യോതിയിൽ പോയി ലയിക്കുന്നുവെന്ന്. പക്ഷെ ആത്മാവാണെങ്കിൽ അവിനാശിയാണ്. ആത്മാവിൽ തന്നെയാണ് 84 ജന്മങ്ങളുടെ പാർട്ടടങ്ങിയിട്ടുള്ളത്. പറയുന്നുമുണ്ട്, ആത്മാവ് നക്ഷത്രമാണ്. എന്നിട്ടും മനസ്സിലാക്കുന്നില്ല. ആത്മാവ് തന്നെയാണ് പരമാത്മാവെന്ന് പറയുന്നു. ബാബയെ തികച്ചും തിരിച്ചറിയുന്നില്ല. ആത്മാവിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, ബൃക്കുട്ടിയുടെ മധ്യത്തിൽ നക്ഷത്രം തിളങ്ങുന്നുവെന്ന്. പരമാത്മാവിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. അവരെ പരമാത്മാവെന്ന് പറയുന്നു. അവരും പരംധാമത്തിലാണ് വസിക്കുന്നത്. പരമാത്മാവും ബിന്ദുവാണ്, കേവലം പുനർജന്മരഹിതനാണ്. ആത്മാക്കൾ പുനർജന്മത്തിൽ വരുന്നു. പരമാത്മാവിനെക്കുറിച്ച് പറയപ്പെടുന്നു, ജ്ഞാനത്തിന്റെ സാഗരൻ, ആനന്ദത്തിന്റെ സാഗരൻ, പവിത്രതയുടെ സാഗരൻ. ദേവതകൾക്ക് ഈ സമ്പത്ത് ആര് നൽകി? ബാബ. സർവഗുണസമ്പന്നൻ, 16 കലാസമ്പൂർണൻ. ഈ ദേവതകളെപ്പോലെ ഇപ്പോൾ ആരും തന്നെ ഇല്ല. അവർക്ക് ഈ സമ്പത്ത് എങ്ങനെ ലഭിച്ചു? ഇതാർക്കും അറിയുകയില്ല. ബാബ തന്നെയാണ് വന്ന് മനസ്സിലാക്കി തരുന്നത്. ബാബയെ തന്നെയാണ് ജ്ഞാനത്തിന്റെ സാഗരൻ എന്ന് പറയുന്നത്. ഈ സമയം വന്ന് ജ്ഞാനം നൽകുന്നു. പിന്നീട് പ്രായേണ ലോപിച്ചു പോകുന്നു. പിന്നീട് ഭക്തിയുണ്ടാകുന്നു. അതിനെ ജ്ഞാനമെന്ന് പറയാൻ സാധിക്കില്ല. ജ്ഞാനത്തിലൂടെയാണെങ്കിൽ സദ്ഗതി ഉണ്ടാകുന്നു.
എപ്പോഴാണോ ദുർഗതി ഉണ്ടാവുന്നത്, അപ്പോൾ സർവരുടെയും സദ്ഗതി ദാതാവ് ജ്ഞാനത്തിന്റെ സാഗരൻ വരുന്നു. ബാബ തന്നെയാണ് വന്ന് ജ്ഞാനസ്നാനം ചെയ്യിക്കുന്നത്. അതാണെങ്കിൽ വെള്ളത്തിന്റെ സ്നാനമാണ്. അതിലൂടെ സദ്ഗതി ഉണ്ടാവാൻ സാധിക്കില്ല. ഈ കുറച്ച് കാര്യങ്ങൾ ധാരണ ചെയ്യണം. മുഖ്യമായ ഏതെല്ലാം നല്ല നല്ല ചിത്രങ്ങളുണ്ടോ അത് വലുതാക്കണം. അതിലൂടെ ചിലർ നല്ല രീതിയിൽ മനസ്സിലാക്കും. അക്ഷരം വളരെ നല്ലതായിരിക്കണം. ചിത്രം ഉണ്ടാക്കുന്നവർ ഇത് ബുദ്ധിയിൽ വെക്കണം. പലരെയും വിളിക്കണം, വന്ന് പരമപിത പരമാത്മാവിന്റെ പരിചയം നേടൂ. ഭാവിയിലെ 21 ജന്മത്തേക്ക് ബാബയിൽ നിന്ന് സമ്പത്ത് എടുക്കൂ എന്ന ക്ഷണക്കത്ത് നൽകണം. സഹോദരീ സഹോദരരെ, പാരലൗകിക അച്ഛനിൽ നിന്ന് പരിധിയില്ലാത്ത സ്വരാജ്യം എങ്ങനെ ലഭിക്കുന്നു, ഇത് വന്ന് മനസ്സിലാക്കൂ. പരിധിയില്ലാത്ത സമ്പത്ത് നേടുന്നത് പഠിക്കൂ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വിളിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലയോ പതിത പാവന, വരൂ. ബാബയും പറയുന്നു, കാമം മഹാശത്രുവാണ്. പാവന ലോകത്തിലേക്ക് പോകണം. അതിനാൽ തീർച്ചയായും പവിത്രമായി മാറണം. പതിതരെന്ന് അവരെയാണ് പറയുന്നത്, ആരാണോ വികാരത്തിലൂടെ ജന്മമെടുക്കുന്നത്. സത്യത്രേതായുഗത്തിൽ വിഷമൊന്നും ഉണ്ടായിരിക്കില്ല. അതിനെ പറയുന്നത് തന്നെ സമ്പൂർണ്ണ നിർവികാരി ലോകം എന്നാണ്. വികാരമേ ഇല്ല. പിന്നെ ഇത് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നു, കുട്ടികൾ എങ്ങനെ ജന്മമെടുക്കുന്നു എന്ന്? നിങ്ങൾ നിർവികാരിയായി മാറൂ. കുട്ടികൾ എങ്ങനെ ഉണ്ടാകണമോ അങ്ങനെ ഉണ്ടാകും. നിങ്ങളിത് ചോദിക്കുന്നത് തന്നെ എന്തിനാണ്? നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ ജന്മജന്മാന്തരത്തെ വികർമ്മം വിനാശമാകും. ഇത് പാപാത്മാക്കളുടെ തന്നെ ലോകമാണ്. അത് പുണ്യാത്മാക്കളുടെ ലോകമാണ്. ഇത് നല്ല രീതിയിൽ ബുദ്ധിയിൽ വയ്ക്കണം. ഭക്തിയുടെ ഫലം ഭഗവാൻ വന്ന് നൽകുന്നു. ബാബ തന്നെയാണ് സർവരുടെയും സദ്ഗതി ചെയ്ത് സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നത്. ബാബ പറയുന്നു, ഇപ്പോൾ പവിത്രമായി മാറൂ. എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇതാണ് മഹാമന്ത്രം. ബാബയിൽ നിന്ന് തീർച്ചയായും സമ്പത്ത് ലഭിക്കും. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ സതോ പ്രധാനമായി മാറും. ഏണിപ്പടിയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ദിനം പ്രതി ഓരോ വസ്തുവും മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ വ്യക്തമായി എഴുതണം, ബ്രഹ്മാവിലൂടെ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന. എപ്പോഴാണോ ആദി സനാതന ദേവീദേവതാ ധർമ്മം ഉണ്ടായിരുന്നത്, അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ആരാണോ പവിത്രമായി മാറുന്നത്, അവരെ പവിത്ര ലോകത്തിൽ വരൂ. എത്രത്തോളം ശക്തി നിങ്ങളിൽ നിറയുന്നുവോ അത്രയും ആദ്യം വരും. എല്ലാവരും ഒന്നും ഒരുമിച്ച് വരികയില്ല. ഇതുമറിയാം, സത്യത്രേതായുഗത്തിൽ ദേവീദേവതകൾ വളരെ കുറച്ചേ ഉണ്ടാകൂ. പിന്നീട് വർദ്ധിക്കുന്നു. പ്രജയിലാണെങ്കിൽ അനേകമുണ്ടാകും. മനസ്സിലാക്കി കൊടുക്കാനും വളരെ സമർത്ഥർ വേണം. പറയൂ, വന്ന് പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് സമ്പത്തെടുക്കൂ. ആരെയാണോ വിളിച്ചത്, അല്ലയോ ബാബ, യഥാർത്ഥത്തിൽ അവരുടെ പേര് ശിവൻ എന്നാണ്. ഈശ്വരൻ അഥവാ പ്രഭു, ഭഗവാനെന്ന് പറയുന്നതിലൂടെ ഇതറിയുന്നില്ല അത് അച്ഛനാണെന്ന്. അവരിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നതെന്ന്. ശിവബാബയെന്ന് പറയുന്നതിലൂടെ സമ്പത്ത് ഓർമ്മ വരുന്നു. അവരെ പറയുന്നു, ശിവ പരമാത്മായ നമഃ. പരമാത്മാവിന്റെ പേര് പറയൂ. പേര് രൂപത്തിൽ നിന്ന് ആരും വേറിട്ടവരില്ല. ബാബയുടെ പേര് ശിവനെന്നാണ്. കേവലം ശിവായ നമഃ എന്നും പറയരുത്. ശിവ പരമാത്മായ നമഃ എന്ന് പറയണം. ഓരോ അക്ഷരവും വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കണം. ശിവായ നമഃ പറയുമ്പോൾ പോലും അച്ഛന്റെ ലഹരി വരുന്നില്ല. മനുഷ്യരാണെങ്കിൽ എല്ലാ പേരുകളും തങ്ങൾക്ക് വെച്ചിരിക്കുന്നു.
നിങ്ങൾക്കറിയാം, മനുഷ്യരെ ഒരിക്കലും ഭഗവാൻ എന്ന് പറയുകയില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെ പോലും ദേവതയെന്നാണ് പറയുന്നത്. രചയിതാവായ ബാബ ഒരേ ഒരു നിരാകാരനാണ്. എങ്ങനെയാണോ ലൗകിക അച്ഛൻ കുട്ടികളെ രചിക്കുന്നുണ്ടല്ലോ, സമ്പത്ത് നൽകുന്നു, അതുപോലെ പരിധിയില്ലാത്ത ബാബയും സമ്പത്ത് നൽകുന്നു. ഭാരതത്തെ വിശ്വത്തിന്റെ അധികാരിയാക്കുന്നു. മുഴുവൻ ലോകത്തിന്റെയും പതിത പാവനൻ ഒരേ ഒരു ബാബയാണ്. ഇതാരും അറിയുന്നില്ല. നമ്മുടെ ധർമ്മസ്ഥാപകരും ഈ സമയം പതീതമാണ്, ശ്മശാന തുല്യരാണ്. ഇപ്പോൾ എല്ലാവരുടെയും കണക്കെടുപ്പിന്റെ സമയമാണ്. ബാബ തന്നെയാണ് വന്ന് എല്ലാവരെയും ഉയർത്തുന്നത്. കണക്കെടുപ്പിന്റെ സമയത്താണ് ഈശ്വരൻ ഭഗവാൻ വരുന്നത്. അവരാണ് ജ്ഞാനത്തിന്റെ സാഗരൻ. എഴുതിയിട്ടുമുണ്ട്, സാഗരന്റെ കുട്ടികൾ ഭസ്മീഭൂതമായി പോയിരുന്നു. അർത്ഥം, കാമചിതയിലിരുന്ന് കറുത്ത് ഇരുമ്പ് യുഗമായി മാറിയിരിക്കുന്നു. പിന്നീട് എങ്ങനെ സുന്ദരമായി മാറും? ബാബ പറയുന്നു, ഓർമ്മയുടെ യാത്രയിലൂടെ. യോഗമെന്ന വാക്ക് പറയുന്നതിലൂടെ മനുഷ്യർ ആശയക്കുഴപ്പത്തിലാകുന്നു. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ അവസാനം സദ്ഗതിയുണ്ടാകും. എത്ര സഹജമായാണ് മനസ്സിലാക്കി തരുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ ഇരിക്കാത്തത്? ദേഹാഭിമാനം ഒരുപാടാണ്. അതിനാൽ ധാരണ ഉണ്ടാകുന്നില്ല. ബാബ വളരെ നല്ല യുക്തി പറഞ്ഞു തരികയാണ്. പരിധിയില്ലാത്ത ബാബ ആരെയാണോ ഓർമ്മിക്കുന്നത്, അവർ വന്ന് എന്താണ് ചെയ്തത്? ഭാരതത്തെ സ്വർഗമാക്കി മാറ്റിയിരുന്നു. പരിധിയുള്ള സമ്പത്താണെങ്കിൽ ജന്മജന്മാന്തരം എടുത്തു വന്നു. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും 21 ജന്മത്തേക്ക് പരിധിയില്ലാത്ത സമ്പത്തെടുക്കൂ. സത്യത്രേതായുഗത്തിൽ ദേവതകൾ രാജ്യം ഭരിച്ചിരുന്നു. സൂര്യവംശി, പിന്നീട് ചന്ദ്രവംശി, അതിൽ നിന്നും വൈശ്യവംശി, പിന്നീട് ശൂദ്രവംശി. അവർ തന്നെ എന്ന വാക്കിലൂടെ തെളിയുന്നു. അവർ തന്നെയാണ് പുനർജന്മമെടുക്കുന്നത്, വർണ്ണങ്ങളിൽ വരുന്നത്. ബാബ എല്ലാവർക്കും മനസ്സിലാക്കി തരുന്നുണ്ട്. നിങ്ങൾ സന്മുഖത്തിരിക്കുകയാണ്, അതിനാൽ സന്തോഷമുണ്ടാകുന്നു. ചിലരുടെ ഭാഗ്യത്തിലില്ലെങ്കിൽ സേവനം ചെയ്യുകയില്ല. സേവനം ചെയ്യുകയാണെങ്കിൽ പേരുണ്ടാകും. പറയും, ബാബയുടെ പെൺകുട്ടികൾ എത്ര സമർത്ഥരാണ്, എല്ലാ ജോലിയും ചെയ്യുന്നു. നമുക്ക് സ്വർഗത്തിന്റെ ചക്രവർത്തിയുടെ സമ്പത്ത് നൽകുന്നു. ഈ ധനം അല്ലെങ്കിൽ സമ്പത്ത് നൽകുന്നു. ഈ ചിത്രമാണ് അന്ധരുടെ മുന്നിൽ കണ്ണാടി. ഇതിൽ ജാലവിദ്യ തുടങ്ങിയവയുടെ കാര്യം തന്നെ ഇല്ല. പവിത്രത തന്നെയാണ് മുഖ്യ കാര്യം. മനസ്സിലാക്കുന്നു, ഇത് അന്തിമ ജന്മമാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ തീർച്ചയായും പവിത്രമായി മാറണം. വിനാശം മുന്നിൽ നിൽക്കുകയാണ്. തീർച്ചയായും പാവനമായി മാറേണ്ടതുണ്ട്. സന്യാസി വീടെല്ലാം ഉപേക്ഷിക്കുന്നു പാവനമായി മാറുന്നതിന് വേണ്ടി. ബാബ പറയുന്നു, വിനാശം മുന്നിൽ നിൽക്കുകയാണ്, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ തോണി അക്കരെ എത്തും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. വിനാശത്തിന് മുൻപ് തൻ്റെ എല്ലാം സഫലമാക്കണം. ഇത് കണക്കെടുപ്പിൻ്റെ സമയമാണ്. അതിനാൽ തീർച്ചയായും പാവനമായി മാറണം. 2. ദേഹധാരികളിൽ നിന്ന് മോഹം മാറ്റി മോഹജീത്തായി മാറണം. ദേഹാഭിമാനമാണ് 1 നമ്പർ ശത്രു. അതിനുമേൽ വിജയം നേടണം. ബാക്കി എല്ലാ സംഘവും വിട്ട് ബാബയുമായി ബുദ്ധിയോഗം യോജിപ്പിക്കണം. വരദാനം:
ഓർമ്മയുടെ മന്ത്രത്തിലൂടെ സങ്കല്പത്തിലും കർമ്മത്തിലും അവിനാശി സിദ്ധി പ്രാപ്തമാക്കുന്ന സിദ്ധി സ്വരൂപരായി ഭവിക്കട്ടെ. താങ്കൾ കുട്ടികൾ സർവശക്തനായ ഗവൺമെന്റിന്റെ ദൂതരാണ്. അതിനാൽ ആരുമായും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തന്റെ മനസ്സ് ബുദ്ധിമുട്ടരുത്. ഓർമ്മയുടെ മന്ത്രം പ്രയോജനപ്പെടുത്തുക. വാക്കുകൾ കൊണ്ടോ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെയോ വശപ്പെടുന്നില്ലെങ്കിൽ മന്ത്രജന്ത്രങ്ങൾ ചെയ്യാറുണ്ട്. താങ്കളുടെ കൈവശം ആത്മീയ ദൃഷ്ടിയുടെ നേത്രവും മന്മനാഭവയുടെ മന്ത്രവുമുണ്ട്. അതിലൂടെ തന്റെ സങ്കല്പങ്ങളെ സിദ്ധമാക്കി സിദ്ധി സ്വരൂപമാകാൻ കഴിയുന്നു. സ്ലോഗൻ: കർമ്മബോധത്തിനു പകരം ആത്മബോധമുള്ളവരാകൂ. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ദൃഢവുമായ ഏകരസസ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. ഏകരസം എന്നതിൻ്റെ അർത്ഥം പുരുഷാർത്ഥത്തിന്റെ വേഗത സദാ ഒരേപോലെയാകുക എന്നതല്ല. ഏകരസം എന്നാൽ സദാ പറക്കുന്ന കലയുടെ അനുഭവം ഉണ്ടായിരിക്കുക. സർവസംബന്ധങ്ങളുടെയും അവിനാശി വയർ ഒന്നുമായി കണക്ട് ചെയ്തിരിക്കണം. ഒരു ബാബ, രണ്ടാമതാരുമില്ല. ഈ ദൃഢസങ്കല്പവും ഉണ്ടായിരിക്കണം. ഒരു സംബന്ധത്തിൻ്റെയും കുറവുണ്ടായിരിക്കരുത്. സർവസംബന്ധത്തിൻ്റെയും ചരട് ഒന്നുമായി കെട്ടിയിരിക്കണം. അപ്പോൾ ഏകരസസ്ഥിതി സ്വതവേ ഉണ്ടാകും. ഓം ശാന്തി.